മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ദൈവത്തിൻ്റെ സ്നേഹം കരകഴിഞ്ഞൊഴുകുന്ന ഈ പ്രഭാതത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും പ്രഭാത വിരുന്നിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ ദൈവമാതാവെ, ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുകയും അങ്ങയുടെ തിരുക്കുമാരൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും വചനം പ്രഘോഷിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ അവിടുത്തെ ജീവിതം ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് സംലഭ്യമാകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് വഴി നടത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ ധ്യാനത്താൽ നിറയ്ക്കണമേ. കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ ആത്മാവിൻ്റെ ശക്തിയോടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതത്തിൽ നമുക്ക് മിഷൻ പ്രവർത്തനം നടത്തുന്നപ്പോൾ നമ്മുടെ വൈദികരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ സമർപ്പിതരെയൊക്കെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അതിനെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ അവരെ ശക്തരായി തീരേണ്ടതിന് ആത്മാവിനാൽ നിറഞ്ഞ് ജ്വലിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കാർഡിനൽ ന്യൂമൻ ഒരിക്കൽ പറയുകയുണ്ടായി, ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്, ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയാണ്. അത് മറ്റാർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു ദൗത്യമാണ്. ഇതൊരു വലിയ അവബോധമാണ്. നമ്മളെ ഓരോരുത്തരെയും തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകമായ ഒരു ദൗത്യം അവിടത്തേക്ക് വേണ്ടി നിർവഹിക്കുവാനാണ്. അത് എനിക്ക് മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൗത്യമാണ്. ഈ ഒരു ആത്മബോധം, ഈ ഒരു അവബോധം കാർഡിനൽ ന്യൂമാൻ ഉണ്ടായതുപോലെ ഈ ഒരു ആത്മബോധം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവം എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചു? വചനം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചുവെന്ന്. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയായിരുന്നു, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ബോധ്യമില്ലാതെ അലഞ്ഞു തിരിയുന്ന ഒരു ജീവിത ശൈലി നമുക്കുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ എറിയുന്നവൻ്റെ ഒരു മനോഭാവം നമുക്കുണ്ട് എങ്കിൽ, ആ മനോഭാവത്തെ മാറ്റിക്കളയുവാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കർത്താവിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. സ്വർഗസ്ഥനായ പിതാവ്, എൻ്റെ സ്വർഗീയ പിതാവ് എന്തിനു വേണ്ടിയാണ് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് തമ്പുരാന് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. അവിടുന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ, ലോകത്തിൽ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയാണ് എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ അയച്ചിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും തമ്പുരാൻ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടം, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നവരായി തീരുവാനാണ്. അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മളൊക്കെ ഓരോ ദിവസവും കടന്നു പോകുന്നത് കർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ചു കൊണ്ടാണോ, അതോ എൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ടാണോ? സ്വന്തം ഹിതം നിറവേറ്റിക്കൊണ്ട്
ദുർവാശി പിടിച്ച് മറ്റുള്ളവരെ അംഗീകരിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്വാർത്ഥതയുടെ മൂർത്തീഭാവങ്ങളായി ആണോ ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജനനത്തിനും ജീവിതത്തിനും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷകരമായി അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ നിരാശരാകുന്നത്, എങ്ങും എത്തപ്പെടാതെ പോകുന്നുവെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ ഈ ലക്ഷ്യം മറക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ദൈവം എന്നെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഈ നോമ്പുകാലം നമ്മൾ ഓർപ്പിക്കുന്ന ഇത് തന്നെയാണ്, എന്തിനു വേണ്ടി ദൈവം എന്നെ സൃഷ്ടിച്ചു. ഈശോയുടെ ജീവിതത്തിലേക്ക് നമുക്കറിയാം, അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ലോകത്തിൻ്റെ രക്ഷയായിരുന്നു അവിടുത്തെ ദൗത്യം. അത് സ്വജീവൻ വിലയായി കൊടുത്തുകൊണ്ട് അവിടുന്ന് അത് സാധിച്ചു. അതായിരുന്നു തമ്പുരാൻ സ്വർഗീയ പിതാവ് അവിടുത്തെ ഏൽപ്പിച്ച ദൗത്യം. നമ്മുടെയും ജീവിത ദൗത്യം ഇതാണ്, സ്വന്തം ജീവിതം വിലയായി കൊടുത്തുകൊണ്ട് സ്വന്തം ജീവിതത്തിലൂടെ കർത്താവിന് സാക്ഷ്യം വഹിക്കുക, ആത്മാക്കളെ നേടുക. നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, എൻ്റെ ജീവിതത്തിലൂടെ ആത്മാക്കളെ നേടുവാൻ, മറ്റുള്ളവരെ കർത്താവിന് വേണ്ടി നേടുവാനായിട്ട് അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ എൻ്റെ ജീവിതം കർത്താവിന് എതിർ സാക്ഷ്യമായി തീരുകയാണോ? ഇന്ന് പല മേഖലകളിലും നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതം കർത്താവിന് എതിർ സാക്ഷ്യമായി തീരുകയാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം അഭിപ്രായങ്ങൾക്ക് വേണ്ടി നമ്മൾ വാശി പിടിക്കുകയാണ്. ഇവിടെയൊക്കെ വേദനിക്കപ്പെടുന്നത് കർത്താവാണ് എന്നുള്ള ആ ബോധ്യം നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. കാർഡിനൽ ന്യൂമൻ പറഞ്ഞതുപോലെ, എന്നെ ദൈവം ഇങ്ങോട്ട് അയച്ചത് ഒരു പ്രത്യേക ദൗത്യം, ഒരു സ്വർഗീയ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മളൊക്കെ കടന്നു വരേണ്ട സമയം ആഗതമായിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം നമുക്കറിയാം, കർത്താവിന് നമ്മളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. നാം എന്തൊക്കെയോ ആരൊക്കെയോ ആയിത്തീരണമെന്ന്, അതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പദ്ധതി നടപ്പാകാതെ പോകുന്നത് നമ്മുടെ നിസ്സഹകരണം കൊണ്ടാണ്, നമ്മുടെ പിടിവാശി കൊണ്ടാണ്. നമ്മൾ ദൈവത്തോട് പോലും പറയാൻ മടിക്കുകയില്ല, എൻ്റെ കാര്യം നോക്കുവാൻ എനിക്കറിയാം. നമ്മുടെ ഒരു സാധാരണ ഭാഷയാണ്, എൻ്റെ കാര്യം നോക്കുവാൻ എനിക്കറിയാം. ഈ ഒരു അഹങ്കാരം നിറഞ്ഞ മനോഭാവം നമ്മൾ സഹോദരങ്ങളോട് കാണിക്കും, എല്ലാനുപരിയായി പലപ്പോഴും ദൈവത്തോടും കാണിക്കും. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ആ പാളിച്ചകൾ സംഭവിക്കുന്നത്, വീഴ്ചകൾ സംഭവിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളത് സമ്മതിച്ചു കൊടുക്കുവാനും തയ്യാറല്ല. ഇവിടെയാണ് നല്ലൊരു മാറ്റം, ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത്. എൻ്റെ തമ്പുരാൻ എന്നെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കടമകളും എന്താണ്? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ആ ആളായിരുന്നുവെങ്കിൽ, ഞാൻ ഈ ആളായിരുന്നുവെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, എനിക്ക് അവരെക്കാൾ കൂടുതൽ സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ, സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ ദൈവം അതല്ല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം ഈ അവസ്ഥയിൽ എന്നെ സൃഷ്ടിച്ചുവെങ്കിൽ എന്നെക്കൊണ്ട് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്തു തീർക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ദൈവം നമ്മളെക്കൊണ്ട് സ്വപ്നം കാണുന്നുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം കർത്താവിന് സാക്ഷ്യമായി തീരുന്നത്. അതിനു പകരം സ്വയം ബലം പിടിക്കുകയാണെങ്കിൽ, ധിക്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ മനോഭാവങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മൾ എതിർസാക്ഷ്യം കൊടുക്കുകയായിരിക്കും ചെയ്യുക എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെയൊക്കെ നമുക്കറിയാം, നമ്മൾ ഒത്തിരി ആൾക്കാരുമായിട്ട് ദിവസവും ബന്ധപ്പെടുന്നവരാണ്. ഹൃദയം നുറങ്ങി ഓരോരുത്തരെ കാണുമ്പോൾ, വേദന കൊണ്ട് പുളയുന്ന ഓരോരുത്തരെ കാണുമ്പോൾ, മാനസിക സംഘർഷത്താൽ വലയുന്ന ഓരോ വ്യക്തികളെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയെങ്കിലും അവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാ മനുഷ്യരെയും പ്രത്യാശയിലേക്ക് നയിക്കുക എന്നുള്ളത് നമ്മളൊരു വലിയ ദൗത്യം, തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഒരു ദൗത്യമാണ്. ജീവിതത്തിൻ്റെ ഇരുണ്ട വഴികളിലൂടെ കടന്നു പോകുന്നവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ദൗത്യമാണ്. ഈ ദൗത്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കും ന്യൂമനെ പോലെ പറയുവാൻ സാധിക്കും, ദൈവം എന്നെ പ്രത്യേകമായൊരു ദൗത്യം ഏൽപ്പിച്ചു, അത് എനിക്ക് മാത്രം ചെയ്യുവാൻ പറ്റുന്ന കാര്യമാണ്. മറ്റുള്ളവർക്ക് എനിക്ക് വേണ്ടി അതൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. എനിക്ക് മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന, ഞാൻ തന്നെ അത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൗത്യം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ എളിമയുള്ള മനസ്സിന് ഉടമകളായി തീരുക.
മറ്റുള്ളവർക്കും കൂടി ഹൃദയങ്ങളിൽ ഇടം കൊടുക്കുവാൻ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ ബലഹീനതകൾ കൂടി മനസ്സിലാക്കിയിരിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും ഇതൊക്കെ നമുക്ക് സാധിക്കണം. അതെൻ്റെ ദൗത്യമാണ്. ഭൂമിയിൽ ഞാൻ ചെയ്തു തീർക്കേണ്ട ദൗത്യമാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു, കുറച്ചുനാൾ ജീവിച്ചു, കടന്നു പോകുന്നു. അതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. തിളക്കമാർന്ന ഒരു ജീവിതം, ഉത്തരവാദിത്വപൂർണമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പീഡാസഹനങ്ങളുടെ വേദനകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമായിരിക്കും. തിരസ്കരണങ്ങളുടെ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരുമായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ ഏൽപ്പിച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഇതിനായി നമ്മൾ നോക്കി നടക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്കാണ്. അവിടുത്തെ ജീവിതം നമുക്കറിയാം. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് ഏത് കൊടിയ പീഡനങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ കാൽവരിയിൽ കിടന്നുകൊണ്ടും കർത്താവ് പറഞ്ഞു, പിതാവേ എല്ലാം പൂർത്തിയായി. ആ ഒരു വാക്കിൽ നമുക്കറിയാം, പിതാവിനോട് പുത്രൻ പറയുകയാണ്, എല്ലാം നീ എന്നെ ഏൽപ്പിച്ചിരുന്ന, നീ എന്ത് എന്നിൽ നിന്നും ആഗ്രഹിച്ചിരുന്നോ അത് ഞാനിതാ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു നാൾ നമുക്കും ഇത് പറയുവാൻ സാധിക്കണം. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ഞാൻ നിർവഹിച്ചു. ദൈവോന്മുഖരായി ജീവിച്ചുകൊണ്ട്, കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്കത് പറയുവാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷമുള്ള നിമിഷങ്ങളിൽ നമ്മളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും, പ്രാർത്ഥനയുള്ളവരായിരിക്കും. ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോഴാണ്, പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്, പ്രതീക്ഷകൾ തകിടം മറിയുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥരായിത്തീരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ദൗത്യങ്ങൾ മറന്നു പോകുന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് വേദനകളും കുരിശുകളും കടന്നു വരുന്നുണ്ടെങ്കിൽ അതും എന്നെപ്പറ്റിയുള്ള ദൈവിക പദ്ധതി തന്നെയാണ്. ആ വേദനകളിലൂടെയും ഞാൻ കടന്നു പോയേ മതിയാവൂ. അതും ദൈവത്തിന് എൻ്റെ ജനനം മുതലുള്ള എന്നെപ്പറ്റിയുള്ള പദ്ധതിയാണ്. അതിലൂടെയാണ് എൻ്റെ വിശുദ്ധീകരണം നടക്കുന്നത്. ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരുവാനുള്ള സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നിരാശരും അസ്വസ്ഥരുമായി തീരും. ഇതിനായി നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കണം. നമുക്ക് ചുറ്റുപാടുകൾ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാണുന്നത് ഹൃദയം കൊണ്ട് കാണുവാൻ നമുക്ക് സാധിച്ചാൽ, മനസ്സുകൊണ്ട് കാണുവാൻ സാധിച്ചാൽ, ബാഹ്യ നേത്രങ്ങളെക്കാൾ കൂടുതലായിട്ട് ആന്തരിക നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ നമുക്ക് സാധിച്ചാൽ ഇതൊക്കെ നമുക്ക് എളുപ്പമായി തീരും. ആന്തരിക നേത്രങ്ങൾ തുറക്കുവാൻ വേണ്ടി കർത്താവിനോട് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഹൃദയം കൊണ്ട് കാണുവാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസ ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ നമുക്ക് മനസ്സിലാവുക. ബാഹ്യമായ നേത്രങ്ങൾ എപ്പോഴും നമ്മളെ ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടിലേക്ക് നയിക്കുക. എന്നാൽ ആന്തരിക നയനങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ വിശുദ്ധിയിലേക്കും കർത്താവിൻ്റെ മനോഭാവങ്ങളിലേക്കും നയിക്കും. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വളരുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, കുറ്റവും കുറവുമില്ലാത്ത ജീവിതമില്ല, കുറ്റവും കുറവുമില്ലാത്ത മനുഷ്യരില്ല. അവരെയൊക്കെ അവരായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതിന് മാതൃക തേടി നമ്മൾ വേറെ എങ്ങും അലയണ്ട. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം തന്നെയായിരുന്നു. അവിടുന്ന് ആരെയും മാറ്റി നിർത്തിയില്ല. കുറ്റവും കുറവുമുള്ളവരെയും വേദനിക്കുന്നവരെയും പാപികളെയും എല്ലാം അവിടുന്ന് ചേർന്ന് നിർത്തി. അതായിരുന്നു സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം. സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുക, ദൈവത്തിലേക്ക് ആനയിക്കുക. ഈ ഒരു ദൗത്യം തന്നെയാണ് ദൈവം നമ്മയും ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ വ്യക്തിപരമായ ദൈവത്തിൻ്റെ ദൗത്യം അതാണ്. വിശ്വാസ ജീവിതത്തിലൂടെ കർത്താവിന് സാക്ഷ്യം വഹിക്കുക, സ്വർഗീയ പിതാവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. സഹനങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലൂടെ, നിർമ്മലമാക്കപ്പെട്ട കൂടുതൽ തിളക്കമുള്ള ഒരു ജീവിതത്തിലൂടെ ലോകത്തിന് സാക്ഷ്യം വഹിക്കുക. നമുക്കറിയാം, ഒരു ക്രൈസ്തവൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമാണ്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലും മണ്ടത്തരമാണെന്നൊക്കെ തോന്നുന്നൊരു ജീവിതമാണ്. ന്യായമായും ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ തിരുവിഷ്ടത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അതൊരു വെല്ലുവിളി നിറഞ്ഞ ജീവിതം, അത്ഭുതം നിറഞ്ഞൊരു ജീവിതമായി തീരും. ഇങ്ങനെ സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച്, ലോകത്തിൻ്റെ മനോഭാവങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരല്ല.
അതല്ല നമ്മുടെ ജീവിതത്തിൽ, അത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ പ്രത്യേകമായ ഒരു ദൗത്യത്തിന് വേണ്ടി കർത്താവ് വിളിച്ചിരിക്കുന്നു. അത് നമുക്ക് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, നമ്മുടെ ജീവിതം ആരെയും ചാരി നിന്നുകൊണ്ടാകരുത്, നമ്മുടെ ജീവിതം ആരെയും മാതൃകയാക്കിക്കൊണ്ടാകരുത്. നമുക്കാകെ മാതൃകയുള്ളത് നമ്മുടെ കർത്താവാണ്, കർത്താവിൻ്റെ ജീവിതമാണ്. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മാതൃകയാക്കാൻ പോകരുത്. ഇന്ന് നാം ചുറ്റുപാടും കേൾക്കുന്ന ഒച്ചപ്പാടുകളെ മാതൃകയാക്കാൻ പോകരുത്. കാരണം അത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതമായിരിക്കുകയില്ല. അവനത് ചെയ്യുന്നു, അവളത് ചെയ്യുന്നു എന്ന കാരണത്താൽ ഞാനത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം എന്നെപ്പറ്റിയുള്ള ദൈവഹിതം മറ്റൊന്നാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരുവാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുന്ന മനോഭാവം, യേശുവിൻ്റെ മനോഭാവം അതായിരുന്നു. എന്നും എവിടെയും സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ്. അവിടുന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിലേക്ക് വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്, എൻ്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല. ഇതാണ് യഥാർത്ഥമായ സ്വർഗീയ മനോഭാവം. ഈ ഒരു മനോഭാവം സ്വന്തമാക്കുവാനാണ് നാം ഓരോരുത്തരും വ്യക്തിപരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കാർഡിനൽ പറഞ്ഞത്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുവാനാണ്. അത് എനിക്ക് മാത്രമേ ചെയ്യുവാൻ പറ്റുകയുള്ളൂ, മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തുകൊള്ളും. ഈ ഒരു മനോഭാവത്തോടെ നമ്മൾ കഴിവതും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്. അത് ഭൗതിക തലത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും മറ്റുള്ളവരത് ചെയ്തുകൊള്ളും എന്നുള്ള കാരണം പറഞ്ഞ്, അല്ലെങ്കിൽ ചെയ്തുകൊള്ളൂ എന്ന് ചിന്തിച്ച് നമ്മൾ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന പ്രകൃതം നമുക്കുണ്ട്. ഈ ഒഴിഞ്ഞുമാറലല്ല നമുക്ക് വേണ്ടത്. ദൈവം എന്നെ ഏൽപ്പിച്ചതിന് ഉത്തരവാദിത്തം എൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനുള്ള സന്തോഷമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെപ്പറ്റി പൂർണ്ണമായൊരു ബോധ്യം നമുക്കുണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം എന്നെ വ്യക്തിപരമായി വിളിച്ചിരിക്കുന്നു, വ്യക്തിപരമായ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ദൗത്യം എൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ദൈവോന്മുഖരായി ജീവിക്കുന്നവരും ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരുമായിരിക്കണം. അതിനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ, ആ സ്നേഹത്തിൻ്റെ അരൂപിയിൽ, ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പരിപാലനമായ ദൗത്യം, വ്യക്തിപരമായ ദൗത്യം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അത് ദൈവഹിതമനുസരിച്ച് നിർവഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. ഞങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് വഴി തെറ്റാതെ, പ്രലോഭനങ്ങളകപ്പെടാതെ, ലക്ഷ്യങ്ങൾ മറക്കാതെ മുമ്പോട്ട് പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബത്തെയും കാത്തു പരിപാലിച്ചതുപോലെ, ഈശോയെ അങ്ങ് സ്നേഹിച്ച് പരിപാലിച്ച് വളർത്തിയതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ച് പരിപാലിച്ച് നന്മയുടെ വഴിയിലൂടെ നയിക്കണമേ. ഞങ്ങളുടെ കാവൽമലഹാമരെ ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും വഴി തെറ്റാതെ, പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതം കൂടുതൽ കർമ്മശേഷിയും ഉത്തരവാദിത്വബോധവും ഉള്ളതായി തീരുവാൻ ഇടയാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ.
ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മാർപ്പാപ്പായോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദിക കൂട്ടായ്മയോടും സന്യാസി കൂട്ടായ്മയോടും ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ദിവ്യമുള്ള യുവതയോടും ചേർത്ത് എവരെയും ഞാൻ ഹൃദയപൂർവ്വം ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ലോകമെമ്പാടുമുള്ള മരിയൻ കൂടാരങ്ങളിൽ നമുക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ദിവസവും കഴിയുന്നവരെല്ലാം ഓരോ ജപമാലയെങ്കിലും ചൊല്ലി ആ പ്രാർത്ഥനാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ഒന്ന് ചേർന്ന് സഭയ്ക്ക് വേണ്ടി നമുക്ക് ശുശ്രൂഷ ചെയ്യാം. നമ്മൾ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.